ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ വചന വിചിന്തനം. ഒന്നായി തീരുക എന്നുള്ളത് ദൈവിക ഭാവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന ആ ഒരു വിശുദ്ധ ഐക്യത്തെയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. മുഹമ്മദ് ബഷീറിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിന്തയുണ്ട്. ഒന്നും ഇമ്മണി വലിയ ഒന്ന്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ചില ഉദാഹരണങ്ങളിൽ ഒന്ന് പ്രകാരമാണ് ഒരു പുഴയും കൂടിച്ചേരുമ്പോൾ വലിയൊരു പുഴയായി മാറുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഈ ഒരു വിശുദ്ധമായ ഐക്യത്തെയാണ് സ്നേഹമുള്ളവരെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നത്. ഈ ഒരു ഐക്യം നമ്മുടെ കുടുംബ ജീവിതത്തില്, സമൂഹത്തില്, എൻ്റെ വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകണമെന്ന് ഈ സുവിശേഷത്തിലൂടെ ഈശോ ഇന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഞാനും ത്രിയേക ദൈവത്തിന്റെ സ്നേഹക്കൂട്ടായ്മയിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ള എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ തത്രപ്പാടുകൾ എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇന്ന് ഭവനങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയേ. ദൃശ്യമാധ്യമ ലോകത്തിൽ മുഴുകിയിരുന്നു കൊണ്ട് ഇന്ന് ഓരോ ഭവനത്തിലും ഓരോ വ്യക്തികൾ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിക്കഴിഞ്ഞു. അപ്പനും അമ്മയും അവരുടേതായിട്ടുള്ള ലോകങ്ങളിൽ, കുട്ടികൾ അവരുടെ കൈകളിലെ മൊബൈലിന്റെ മറ്റൊരു ലോകത്ത് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഐക്യമില്ലാതെയുള്ള ചില മുന്നേറ്റങ്ങളാണ് സ്നേഹമുള്ളവരെ ജീവിതത്തെ ആകെ അസ്വസ്ഥമാക്കുന്നത്. ഒറ്റപ്പെട്ട തുരുത്തുകളാകാനുള്ള വിളിയല്ല ക്രൈസ്തവ ജീവിതം. കൂട്ടായ്മയിലൂടെ ദൈവ സ്നേഹ ഐക്യത്തിൽ എത്തിച്ചേരാനുള്ള വിളിയാണെന്ന് സഭാപിതാക്കന്മാരുടെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവികമായ ഐക്യത്തിൽ ഞാൻ ചെന്നെത്തുമ്പോഴാണ് ഈശോ ലോകരക്ഷകനാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്കും ഈശോയോട് കൂടി ചേർന്നതുകൊണ്ട് ദൈവികമായ ഐക്യത്തിൽ ഒന്നായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. നമ്മുടെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട തുരുത്തുകളാവാതെ, ഇന്നത്തെ കാലഘട്ടത്തിലെ ലോഡ്ജുകളായി മാറാതെ ദൈവ സ്നേഹ കൂട്ടായ്മയിൽ വളരുവാൻ, കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് വിശുദ്ധി കൈവരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.